ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 2 ശമൂവേൽ 22 അധ്യായം വിടുതലിൻ്റെ സങ്കീർത്തനമാണ്. ഈ 22 അധ്യായത്തിൽ ദാവീദ് പാടിയതായ ഈ സങ്കീർത്തനമാണ് സങ്കീർത്തന പുസ്തകത്തിൽ 18 സങ്കീർത്തനമായി അതുപോലെ തന്നെ ചേർത്തിരിക്കുകയാണ്. ശൗലിൽ നിന്നും മറ്റ് ശത്രുക്കളിൽ നിന്നും അത്ഭുതകരമായി ദൈവം ദാവീദിനെ വിടുവിച്ചപ്പോൾ ദാവീദ് പാടിയ അതിശക്തവും മനോഹരവുമായൊരു സങ്കീർത്തനമാണ് 18 സങ്കീർത്തനം. അത് 22 അധ്യായമാണ്. അബീമേലെക്ക് രാജാവിൻ്റെ അഥവാ ആക്കീസ് രാജാവിൻ്റെ ഫിലിസ്ത്യ രാജാവായിരുന്ന ആക്കീസ് രാജാവിൻ്റെ അടുക്കൽ നിന്ന് ബുദ്ധിഭ്രമം അവിടെ നടിച്ച് അത്ഭുതകരമായി രക്ഷപ്പെട്ട ദാവീദ് പാടിയ സങ്കീർത്തനമാണ് 34 സങ്കീർത്തനമെന്ന് ഇതിനു മുമ്പ് നമ്മൾ കണ്ടു. അതുപോലെ പ്രതിസന്ധികളുടെ നടുവിൽ എഴുതിയതായ ഒരു സങ്കീർത്തനമാണ് ഈ 18 സങ്കീർത്തനവും അഥവാ 22 അധ്യായവും. അതിന് 5 വാക്യത്തിൽ വായിക്കുന്നു: മരണപാശങ്ങൾ എന്നെ ചുറ്റി, വിനാശത്തിൻ്റെ പ്രവാഹം എന്നെ ആക്രമിച്ചു. കഷ്ടതയിൽ ഞാൻ അവനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. ദാവീദ് തൻ്റെ ജീവിത അനുഭവമാണ് ഇവിടെ സങ്കീർത്തനമായി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ രക്ഷയെ മനോഹരമായി അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിപ്രകാരമാണ്: അത്യുന്നതങ്ങളിൽ നിന്ന് കൈ നീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. ദൈവത്തെ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ശക്തിയായി, ഒരു മനുഷ്യനായി കണ്ടുകൊണ്ട് വളരെ അതിമനോഹരമായി എഴുതിയിരിക്കുന്നതായ ഭാഗങ്ങളാണിത്. അവിടുന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. ഞാൻ ഒഴുകിപ്പോകേണ്ട, നശിച്ചു പോകേണ്ട ആ അതിശക്തമായ പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. പ്രബലനായ ശത്രുവിൽ നിന്നും, എന്നെ വെറുത്തവരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു. അവർ എൻ്റെ ശക്തിക്ക് അതീതരായിരുന്നു. അത് പ്രബലന്മാരായ ശത്രുക്കളിൽ നിന്നാണ് ദൈവം അത്ഭുതകരമായി എന്നെ വിടുവിച്ചത്. അനർത്ഥകാലത്ത് അവർ എൻ്റെ മേൽ ചാടി വീണു. കർത്താവ് എനിക്ക് അഭയസ്ഥാനമായിരുന്നു. അവിടുന്ന് എന്നെ വിശാല സ്ഥലത്തേക്ക് ആനയിച്ചു. എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദാവീദ് എഴുതിയതായ സങ്കീർത്തനം ജീവിത പ്രതിസന്ധികളിൽ നമുക്ക് വലിയ പ്രത്യാശ നൽകുന്നതാണ്. അതെന്തുകൊണ്ടാണ് ദാവീദിന് അങ്ങനെ പാടാൻ സാധിച്ചത്? 21, 22 വാക്യങ്ങൾ നമ്മൾ വായിക്കണം. എൻ്റെ നീതിക്കൊത്തവണ്ണം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. കർത്താവിൻ്റെ വഴിയിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല എന്നാണ്. ദാവീദ് നീതിപൂർവം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ കൈനീട്ടി അവനെ സംരക്ഷിക്കാനുള്ള കാരണം. നമ്മുടെ ജീവിതത്തിലും അനേക പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നേക്കാം, പ്രകോപനങ്ങളെ നമുക്ക് തരണം ചെയ്യേണ്ടി വന്നേക്കാം, പൈശാചിക പ്രലോഭനങ്ങളെ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. ആ സന്ദർഭങ്ങളിലൊക്കെ നീതിബോധത്തോടെ, നീതി കൈവിടാതെ ചിന്തിപ്പാനും പ്രവർത്തിപ്പാനും നമുക്ക് സാധിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇതുപോലെയുള്ളൊരു സംരക്ഷണം നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ദാവീദ് ആരെങ്കിലും പറഞ്ഞു കേട്ടോ, വെറുതെ ഇരുന്ന് ചിന്തിച്ചു എഴുതിയതല്ലല്ലോ ഇത്, തൻ്റെ ജീവിത അനുഭവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. 23 വാക്യത്തിൽ പറയുന്നു: അവിടുത്തെ കൽപ്പനകൾ എൻ്റെ കൺമുമ്പിലുണ്ടായിരുന്നു. ആ കൽപ്പനകളെക്കുറിച്ച് ചിന്തിച്ച് അതനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയത് കൊണ്ടാണ് ദൈവം ഈ സംരക്ഷണം എനിക്ക് നൽകിയതെന്നർത്ഥം.
25-ാം വാക്യം, എൻ്റെ നീതിയും നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം തന്നു. ദാവീദ് നിഷ്കളങ്കനായിരുന്നുവെന്ന് ദാവീദിൻ്റെ ആദ്യം മുതലുള്ള ആ ചരിത്രം മുഴുവൻ നമ്മൾ ഇതുവരെ പഠിച്ചു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി. മനഃപൂർവ്വമായിട്ട് ആവശ്യമില്ലാതെ അവൻ ആരെയും ദ്രോഹിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നവനല്ല. ശത്രുവായിരുന്ന ആ ശൗലിനെ കൊല്ലാൻ 2 വട്ടം തൻ്റെ കൈകളിൽ അദ്ദേഹത്തെ കിട്ടിയതാണ്. പക്ഷെ ദൈവത്തിൻ്റെ അഭിഷിക്തനെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പിന്മാറിയവനാണ്. തൻ്റെ മകൻ പോലും തനിക്ക് ശത്രുവായ, അബ്ശലോം പോലും തനിക്ക് ശത്രുവായ സമയത്തും അവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം അദ്ദേഹം ഓടി രക്ഷപ്പെടുകയാണ്. വേണമെങ്കിൽ എതിർക്കാമായിരുന്നു, അദ്ദേഹം ചെയ്തില്ല. തന്നെ കൊല്ലാൻ ശ്രമിച്ച തൻ്റെ മകൻ മരിച്ചപ്പോൾ എൻ്റെ മകൻ അബ്ശലോമേ അബ്ശലോമേ എന്ന് പറഞ്ഞ് അദ്ദേഹം വിലപിക്കുകയാണ് ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഹൃദയം നീതി നിറഞ്ഞതാണ്, സത്യം നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. 31-ാം വാക്യത്തിൽ വായിക്കുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് ഒരു പരിചയമാണ്. ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവനെ ഒരു പരിചയമായി ദൈവം നിന്ന് അവനെ സംരക്ഷിക്കുന്നുവെന്ന് ജീവിത അനുഭവത്തിൽ ദാവീദ് ഇവിടെ എഴുതുകയാണ്. ഇതൊക്കെ ഈ സങ്കീർത്തനങ്ങളൊക്കെ ദാവീദ് എഴുതുന്നത് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലാണ്. എന്നാൽ പ്രതിസന്ധിയിൽ നിന്ന് മാറി താനൊരു രാജാവായി മറ്റ് ശത്രുക്കളുടെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്വസ്ഥമായിരുന്ന നാളുകളിൽ എന്താണ് ചെയ്തത്? ഊരിയാവിൻ്റെ ഭാര്യയെ കണ്ട് മോഹിക്കുകയും അങ്ങനെ ബേർശേബയെ സ്വന്തമാക്കാൻ വേണ്ടി ഊരിയാവിനോട് ഹീനമായ പ്രവൃത്തി ചെയ്യുകയും ചെയ്തതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിത പ്രതിസന്ധികളൊക്കെ ദൈവം നമുക്ക് തരുന്നത്, ക്രൂശിൻ്റെ അനുഭവങ്ങൾ നമുക്ക് നൽകുന്നത് ദൈവത്തോടുള്ള ബന്ധം ശക്തമാകാനാണ്. അങ്ങനെയുള്ള അവസ്ഥകളിൽ മാത്രമേ ദൈവബന്ധം നമുക്ക് ശക്തമാവുകയുള്ളൂ. സമ്പത്തും അധികാരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് അകലുകയും അനീതി പ്രവർത്തിക്കാൻ നമ്മൾ പ്രേരിതരാവുകയും ചെയ്യും. അതുകൊണ്ടാണ് താൻ നേരിട്ട 3-ാമത്തെ പരീക്ഷയിൽ പിശാച് ലോകത്തിലുള്ള സമ്പത്തും അധികാരവും കാണിച്ചപ്പോൾ സാത്താനെ എന്നെ വിട്ടുപോകും, എൻ്റെ ദൈവമായ കർത്താവിനെ വന്ദിച്ചവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് കർത്താവ് മറുപടി പറയാൻ കാരണം അതാണല്ലോ. ഉള്ള പൈശാചിക പ്രകോപനങ്ങളെയും ഒക്കെ നമുക്കും നേരിടേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നീതിബോധത്തോടും ദൈവാനുഭവത്തോടും ദൈവികമായ കൽപ്പനകൾക്ക് വിധേയമായും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ചുരുക്കത്തിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ദൈവബന്ധം ശക്തമാകുവാൻ ദൈവം തരുന്ന അനുഭവങ്ങളാണെന്ന് ദാവീദിൻ്റെ ജീവിത അനുഭവം നമുക്ക് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് ദൈവം തരുന്നതായ എല്ലാ അനുഭവങ്ങളെയും ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പെന്തക്കോസ്ത് ദിവസത്തിൽ നമ്മളിൽ ഊർജ്ജസ്വലമായ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് ജീവിക്കുവാൻ ദൈവമേ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.